പാലക്കാട് പൊള്ളാച്ചി പാതയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കുന്ന വാർത്ത കൂടി വരുന്നു. ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഇന്നലെ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചിരുന്നു. ഷരീഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നത്. ഷരീഖെ, മുൻപുണ്ടായ അപകടം, റോഡിന്റെ ശോചനീയാവസ്ഥ ഭാവിയിലും കൂടുതൽ അപകടം ഉണ്ടാക്കും എന്ന ഒരു കണക്കുകൂട്ടൽ, എങ്ങനെയാണ് ഈ സമരം? ഹാഷ്മി ക്രിസ്റ്റീന, പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിലെ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് റോഡിൽ ഇന്നലെ 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഈ റോഡിലെ കുഴികൾ 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിൻ്റെ ജീവനെടുക്കാൻ കാരണമായി. പാലക്കാട് കൊടുമ്പ് സ്വദേശി എൽ ശങ്കറാണ് ഇന്നലെ കുഴിയിൽ അകപ്പെടാതിരിക്കാനായി ബൈക്ക് വെട്ടിക്കുന്നതിനിടെ ടോറസ് ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൻ്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മിന്നൽ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 10 മണിയോടുകൂടി അവിടുത്തെ നാട്ടുകാരും, അതായത് സംയുക്ത സമര സമിതിയും ചേർന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് ശേഷം റോഡ് ഉപരോധിച്ച് അവർ പ്രതിഷേധം നടത്തും. ഇന്നലെ വൈകിട്ടും ഈ അപകടത്തിന് ശേഷം നാട്ടുകാർ അവിടെ റോഡ് ഉപരോധിച്ച് ഏറെ നേരം പ്രതിഷേധിച്ചിരുന്നു. മുൻപും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഈ കുഴി നികത്താനോ അല്ലെങ്കിൽ ഈ റോഡ് നവീകരിക്കുന്നതിനോ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ കുഴിയിൽ വീണാണ് ഒരു ടോറസ് ലോറിയുടെ അടിയിൽപ്പെട്ട് ഒരു യുവാവ് ദാരുണാന്ത്യത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഹാഷ്മി ക്രിസ്റ്റീൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.